الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في صفاته واحد في ذاته واحد في أسماعه واحد في أفعاله ليس كمثله شيء وهو السميع البصير. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي روايته وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا دواء قلب خمسة فتلاوة تدبر المغنى وللبطن الخلا وقيام ليل والتضرع بالسهر مجالسات صالحين الفضلاء. ആദരണീയരായ സത്യവിശ്വാസികളെ, സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകനിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സമക്ഷത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹീതമായി ഇറക്കിത്തന്ന പരിശുദ്ധ റമദാനിന്റെ പ്രതിഫലം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാധിക്കുന്നത്ര അല്ല, അതിനേക്കാൾ ഒരുപടി കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമാവലികളെയും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കണമേ എന്ന് ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ തന്നെ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസികളായ നമുക്ക് ഹൃദയം കൊണ്ടും നമ്മുടെ അധരങ്ങൾ കൊണ്ടും നാം ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തേണ്ടത് വിശുദ്ധ ഖുർആനുമായിട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയുടെ രണ്ടാം ഭാഗം എന്ന നിലക്ക് ഇന്ന് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ നാം ഓതിവെച്ച ഒരു ആയത്തും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വരച്ചു കൊടുത്ത ഒരു അടിസ്ഥാനപരമായ
ദുനിയാവിനെയും ആഖിറത്തിനെയും വിലയിരുത്തുന്ന ഒരു വരയുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം പറഞ്ഞത്. എത്ര ആളുകൾ അത് മനസ്സിൽ ഓർമ്മിച്ചിട്ടുണ്ടാകും, അത് വീട്ടിൽ പോയി ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി കേടുപാടുകൾ തീർത്ത് ഒന്ന് നന്മയിൽ മുന്നേറാൻ എത്ര ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ടാകും. അല്ലാഹു അഅലം. സ്വന്തം നഫ്സിനോട് ഓരോരുത്തരും ചോദിക്കുക. 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 70-71 ആയത്താണ് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ ആമുഖത്തിൽ ഓതിയത്. എന്താണത്? വഇൻ മിൻകും ഇല്ലാ വാരിദൂഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ സുമ്മ നുനജ്ജി الذين اتقوا ونذر الظالمين فيها ജസിയ. അതേപോലെ ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഉൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫീ ദീനികും വൻദുറു ഇലാ മൻ ഹുവ അസ്ഫല ഫീകും ഫീ ദുനിയാകും. ഇതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അതിന്റെ രണ്ടാം ഭാഗമായ ഇന്നത്തെ ഖുത്ബയിലെ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സ്വഹാബത്ത് ഖുത്ബക്ക് മാത്രമല്ല സാധാരണ ഇൽമു തേടി ഇരുന്നത് തന്നെ ഒരു പക്ഷി തലയിൽ ഇരിക്കുന്നാൽ ആ പക്ഷി പാറാതിരിക്കാൻ എത്ര നാം നമ്മുടെ തല ശ്രദ്ധിക്കുമോ അതുപോലെ ആയിരുന്നു. മാത്രമല്ല അതിന്റെ ഹുർമത്തുകൾ മുഴുവനും പാലിച്ചിരുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചു വെള്ളിയാഴ്ച എന്ന ഇബാദത്തിന്റെ ശ്രേഷ്ഠത. അതിന്റെ ശുറൂത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് സഫുകൾക്കിടയിൽ വിടവില്ലാതെ സഫ് പൂർത്തീകരിച്ചിരിക്കുക എന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാനത് പറഞ്ഞു. ഖത്തീബ് എന്ന നിലക്ക് ഈ പള്ളി മിഹ്റാബിൽ മിമ്പറിൽ നിൽക്കാൻ അവകാശമുള്ള എനിക്ക് നിങ്ങളോടത് പറയാനുള്ള അധികാരമുണ്ട്. കമ്മിറ്റിക്കാര് എന്നെ നിർബന്ധിച്ചാലില്ലെങ്കിലും എനിക്കൊരു അധികാരമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞ ഗുണപാഠം, ആ ഒരു ഉപദേശം സ്വീകരിക്കാൻ ഇനിയും നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ലേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി സഫുകൾക്കിടയിൽ വിടവിട്ടവരോട് ചോദിക്കുകയാണ്. ഈമാൻ ഉണ്ടെങ്കിൽ, അള്ളാനെ പേരുണ്ടെങ്കിൽ, റമദാനിനോടൊരു പവിത്രതയും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ വിടവില്ലാതെ ഒന്ന് ചാരിയിരിക്കാതെ വരി. ആയാദിക്കുള്ളവർക്ക് രോഗമുള്ളവർക്ക് ഇരിക്കാതെ ഞാൻ പറഞ്ഞു. അതിന് ഇസ്ലാമിൽ ഉദരവുണ്ട്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഫദക്കിർ, നീ ഉത്ബോധനം കൊടുക്കുക. തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണോ? അല്ലേ? ആകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഈ ഖുത്ബയുടെ ശുറൂത്തുകൾ പാലിക്കണം. സ്ത്രീകളുടെ ഏറ്റവും അഫ്ളലായ നമസ്കാരത്തിലെ സഫ് പിന്നിലെ സഫാണ്. പുരുഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഫാണ് മോശപ്പെട്ട സഫ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് വേറെ റൂമില്ല, മറയില്ല, ഈമാന്റെ മറ മാത്രമേ ഉള്ളൂ. ഇന്ന് റൂം വേറെയാണ്, എന്നാലും നിയമം അങ്ങനെ തന്നെയാണ്. പക്ഷെ പുരുഷൻ അതല്ല. പുരുഷൻ അഫ്ളലായ സഫ് മുന്നത്തതാണ്. അത് വലത്ത് ഭാഗത്താണ്. അത് പൂർത്തിയായി ഇടത് ഭാഗം. പിന്നെ രണ്ടാമത്തെ സഫിലെ വലത്ത് ഭാഗം, അത് പൂർത്തിയായി ഇടത് ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിനേക്കാൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഈ ആഴ്ച വീണ്ടും പറഞ്ഞു. ഇനി അടുത്ത ആഴ്ച ആമുഖത്തിൽ ഇന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവിടെ ഈ കേട്ടവര് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന് വരച്ചു കൊടുത്ത വര ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങളെ താഴെയിലേക്ക് നോക്കുക, ദീനിന്റെ കാര്യത്തിൽ മുൻപന്തിയിലേക്ക് നോക്കുക. എന്തിനാണത്? കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അതാണ് അടിസ്ഥാനം. ആര് തന്റെ തടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നു, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അപ്പൊ വിജയത്തിന്റെ അളവ് പോലെ ദുനിയാവിലെ പത്രാസും ചപ്രാച്ചിയുമല്ല, മറിച്ച് നരകത്തിൽ രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണം. അതിനു വേണ്ടി മത്സരിക്കാനാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ സ്വഹാബത്ത് ആ ഒരു മുദ്രാവാക്യം ഉന്നതമായ ഒരു അജണ്ടയായി ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചവരായിരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 83-ാം അധ്യായം സൂറത്തുൽ മുത്തഫിഫീൻ, അതിന്റെ 18 മുതൽ ഏകദേശം ഈ
4 വരെയുള്ള 23 വരെയുള്ള ആയത്തുകൾ ഈ കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുന്നവരാരാണ്? കഴിഞ്ഞ ഖുതുബയിൽ നാം ഓതിയത് 19-ാം അധ്യായം സൂറത്ത് മറിയം 71-72 ആയത്താണ്. വഇൻ മിൻകും വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നരകത്തിന്റെ വക്കിൽ വരാത്തവരായി നിങ്ങളിൽ ഒരാളും തന്നെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അംബിയാ മുർസലുകളും നമ്മളും എല്ലാം നരകത്തിന്റെ വക്കിൽ വരും. നരകത്തിന്റെ മുമ്പിൽ നിന്ന് നരകം നമ്മളെ കാണിച്ച് ബോധ്യപ്പെടുത്തി തരും അല്ലാഹു മലക്കുകൾ. എന്നിട്ട് അവിടെ അല്ലാഹു തആല പറയുന്നു എന്ത്? സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. പിന്നീട് ആ നരകത്തിന്റെ വക്കിൽ നിന്ന് നിങ്ങളെ വലിച്ചൂരുന്നത് രക്ഷപ്പെടുത്തുന്നത് ആരെ മാത്രമാണ്? സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, ഹൃദയത്തിൽ ഈമാൻ സ്വരൂപിച്ച തഖ്വയുള്ളവരെ മാത്രം. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ, ഡിസോർഡറായി ജീവിച്ച ക്രമം തെറ്റിയ മുഴുവൻ മനുഷ്യരെയും അള്ളാഹുവിന്റെ മലായികത്തുകൾ നരകത്തിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂടെ അള്ളാഹിന്റെ ഫളൽ കൊണ്ട് ഇളകൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, എന്നാൽ ഈ നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തണമെങ്കിൽ മത്സരിക്കണം. അതായിരുന്നു ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ സ്വഹാബത്ത് ഏറ്റെടുത്ത മുദ്രാവാക്യം. ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, അലൽ അറായികി യൻദുറൂൻ, സോഫകളിൽ അലങ്കൃതമായി ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. 83-ാം അധ്യായ സൂറത്തുൽ മുത്തഫിഫീന്റെ 23-ാമത്തെ ആയത്താണ്. ഇതിന് തൊട്ടു മുമ്പുള്ള ഈ 4 ആയത്തുകളാണ് നമ്മൾ ആമുഖത്തിൽ കേൾക്കേണ്ടത്. എന്താണ്? അല്ലാഹു ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ഇല്ലിയൂൻ. കൂട്ടരെ, ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയുമോ? എന്താ ഇല്ലിയൂൻ? എന്താണ് ഇല്ലിയൂൻ? ഫിഫ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ പറഞ്ഞു തരും അല്ലേ? NRC എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആൾക്കാർ പറഞ്ഞു തരും. അതേപോലെ തന്നെ IFC എന്താന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. ഇങ്ങനെ പലതരത്തിലുള്ള ഷോർട്ട് ഫോമുകളുടെ ഡീറ്റെയിൽസുകൾ നമുക്കൊക്കെ അറിയാം. അല്ലാഹു ചോദിക്കണം, എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ? നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഖുർആൻ ചോദിച്ചാൽ നമ്മൾ ഹത്തം തീർത്ത ഖുർആനുള്ളതാ, അർത്ഥം നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ് ഇല്ലിയൂൻ? അല്ലാഹു പറയുന്നു, കിതാബുൽ മർഖൂം യശ്ഹദുൽ മുഖറബൂൻ. കിതാബുൽ മർഖൂം, നമ്പർ ഇട്ട് എഴുതുന്ന ഒരു ചാർട്ടാണ്. നമ്മൾ പല ചാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണ് ഈ നമ്പർ ഇട്ട് എഴുതുന്ന ചാർട്ട്? യശ്ഹദുൽ മുഖറബൂൻ, അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം ലഭിച്ചവരാണ്, സ്വർഗത്തിൽ പ്രവേശിച്ചവരുടെ പേരെഴുതുന്ന പട്ടികയാണ് ഇല്ലിയൂൻ. മറക്കരുത്, നിങ്ങൾ മറക്കോ? ഇല്ലിയൂൻ എന്ന് ചോദിച്ചാൽ പറയണം, സ്വർഗാവകാശികളുടെ പേര് അല്ലാഹു തആല എഴുതി രേഖപ്പെടുത്താൻ മലക്കുകളെ കൊണ്ട് ഏർപ്പാടാക്കിയ ഒരു ചാർട്ടാണത്. സിജീൽ എന്ന് പറയുന്ന മറ്റൊരു ചാർട്ടുണ്ട്, അത് നരകക്കാരനാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതുബയിൽ നമ്മളത് പറയും. അപ്പൊ ഇല്ലിയൂൻ എന്ന ഈ ചാർട്ടിൽ പേര് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ അവർ രക്ഷപ്പെട്ടു. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഇന്നൽ അബ്റാറ ലഫീ നഈം. നിശ്ചയമായി ഇല്ലിയൂനിൽ പേര് രേഖപ്പെടുത്തിയവർ സ്വർഗാവകാശികൾ, അവര് പുണ്യവാന്മാരായ ആളുകളാണ്, അവർ സുഖാനുഭൂതിയുടെ തോട്ടങ്ങളിലാണ്. അലൽ അറായികി യൻദുറൂൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാമീപ്യം സിദ്ധിച്ച് ചാരിയിരുന്ന് നോക്കുന്നവരാണ്. അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിന്റെ ഓജസ്സുകൾ കാണാവുന്നതാണ്. മാത്രമല്ല, പൊട്ടിക്കാത്ത സീല് വെക്കപ്പെട്ട ശുദ്ധമായ ആസ്വാദനത്തിന്റെ, എന്നാൽ മസ്തിഷ്കം കേടാകാത്ത, ആന്തരിക അവയവങ്ങൾ തകരാറിലാകാത്ത സ്വർഗത്തിലെ ശുദ്ധമായ കല്ല് അവർക്ക് വേണ്ടി അല്ലാഹു തആല കുടിക്കാൻ കൊടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ അല്ലാഹു നമുക്ക് കുല്ലു മുസ്ലിം ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും ഹറാമാക്കി.
അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ. ലൻ ശരിബ, ഒരാൾ മദ്യം ഒരു തവണ കുടിച്ചാൽ ലൻ തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമ, 40 ദിവസത്തെ നമസ്കാരം ബാത്തിലാണ്. ഒറ്റ പగ్గടിച്ചാൽ മതി. ജീവിതത്തിന്റെ ഇന്നലകളിലെ പുറംപോക്കിൽ, സാഹചര്യങ്ങളുടെ, സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിൽ അടിച്ചുപോയതിനെ തൗബ ചെയ്യണം. എന്നാൽ സ്വർഗത്തിൽ ഈ ഹറാമാക്കിയ മുഴുവൻ വസ്തുക്കളും നമ്മൾ ഇവിടെ സൂക്ഷിച്ചതുകൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴ ഒഴുക്കി തരും. അത് ഈ മദ്യമല്ല, അതുപോലെ തന്നെ പാലിന്റെ പുഴ, തേനിന്റെ പുഴ, സുഖലോൽപന്ത പർദീസകളുമായി മുന്നോട്ട് പോകുന്നു. അള്ളാഹു പറയുന്നു മിസ്ക്, അതിന്റെ മുദ്ര സീൽ എന്ന് പറഞ്ഞാല് അത് കസ്തൂരിയുടെ സുഗന്ധമുള്ള സീലാണ്. അതുകൊണ്ട് ആ പൊട്ടിക്കാത്ത കസ്തൂരിയുടെ സീലുള്ള കണ്ണിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചു കൊടി. അപ്പൊ കണ്ണിന് വേണ്ടി മത്സരിക്കും. അതെ, സ്വർഗത്തിൽ കിട്ടുന്ന വിഭവസമൃദ്ധമായ ഏത് വസ്തുക്കളും ദുനിയാവുമായി നമ്മൾ തുലനം ചെയ്യാൻ പാടില്ല. എല്ലിയൂൻ എന്ന രേഖയിൽ സ്വർഗാവകാശികളുടെ പേര് ചേർത്ത് അവിടെ നിന്ന് ആ ആത്മാവിനെ ശരീരത്തിലേക്ക് കൊടുത്ത് വിചാരണ കഴിഞ്ഞ് പിന്നീട് ബർസഖി ലോകത്ത് ബാങ്ക് ലോക്കറിൽ അള്ള സൂക്ഷിക്കുകയാണ്. 2 നേരം സ്വർഗം കാണും. ആ സ്വർഗം കാണുന്ന ആത്മാവിന് മലായിക്കത്തോട് അള്ള പറയും, ഫഫ്രിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഗ്റഹു ബാബുൻ അലൽ ജന്ന. സ്വർഗത്തിലെ ഒരു കുപ്പായം നിങ്ങൾ ഖബറിലേക്ക് അണിയിച്ചു കൊടുക്കുക. സ്വർഗത്തിലെ ഒരു പുടവ നിങ്ങൾ അവന്റെ ഖബറിൽ ബ്ലാങ്കറ്റായി വിരിച്ചു കൊടുക്കുക. സ്വർഗത്തിലേക്ക് അവന്റെ ഖബറിൽ നിന്ന് ഒരു വാതിൽ തുറന്നിട്ട് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ കൗതുകമേറിയ കാഴ്ചകൾ ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് കെട്ടുകഥയല്ല, ഇത് ഉമ്മാമക്കഥയല്ല, ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച സയ്യിദുന ഹബീബുന ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ആ സ്വർഗത്തിലെ ഖബറിൽ അണിയുന്ന വസ്ത്രത്തിന്റെ ഒരു നൂല് ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ വസ്ത്രത്തിന്റെ കൂടെ തുന്നിച്ചേർക്കണമെങ്കിൽ ഭൂമിയിലെ മുഴുവൻ വസ്തുക്കളും അതിന് പകരമായി കൊടുത്താലും ആ നൂലിന്റെ വിലക്ക് പാകമാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാണ് അതിന്റെ മൂല്യം? സ്വർഗത്തിലെ കുപ്പായത്തിന്റെ നൂലിന്റെ കഥയിൽ പറയുന്നത്. ഇതിനു വേണ്ടി മത്സരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഖുർആൻ ഇറക്കി തന്നത്. ലഖദ മല്ലല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിരക്ഷരനായ ഒരു റസൂലിനെ, എഴുത്തുമാനും അറിയാത്ത ആ അറബി സമൂഹത്തിൽ പല സാഹിത്യ കവികളുമുണ്ട്, പല വിദ്യാസമ്പന്നരുമുണ്ട്, ഖുർആന്റെ ഭാഷയായ അറബി സ്ഫുടം ചെയ്ത് സംസാരിക്കുന്നവരുണ്ട്, ഭാഷാ പണ്ഡിതന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, കവികളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രത്യേകതയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. ഖുറൈശി കുടുംബത്തിൽ, ഹാഷിം കുടുംബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുമ്പോൾ പിതാവില്ല, ശുദ്ധ അനാഥനാണ്. 6 വയസ്സ് തികയുമ്പോഴേക്കും ആമിനയും മരണപ്പെട്ടു, ഉമ്മയും മരിച്ചുപോയി. പിന്നീട് 8.5 വയസ്സാകുമ്പോഴേക്കും ഏറ്റെടുത്ത വല്യാപ്പയും മരിച്ചുപോയി. പിന്നീട് 12 വയസ്സ് തികഞ്ഞ് അവിടുന്ന് ഒരു കുട്ടിയായി വളർന്ന് ആടിമേച്ച് കച്ചവടം ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ചു വന്ന് പിന്നീട് ജീവിതത്തിലേക്ക് ഒരു നല്ല സഖി 25-ാമത്തെ വയസ്സിൽ കടന്നു വന്നു. ആ ജീവിതം ആസ്വദിച്ച് പൂർണ്ണമാകുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഏറ്റെടുത്ത മൂത്താപ്പയും മരണപ്പെട്ടു പോയി. ഇങ്ങനെ ജീവിതത്തിലുടനീളം പഠിക്കാനോ വിദ്യ സമ്പാദിക്കുവാനോ സാധിച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ റസൂലിന്റെ നെറ്റിത്തടങ്ങളിലാണ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയാന്തരങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ലോക മാനവതക്ക് മാർഗദീപം നൽകുന്ന ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്.
അവിടെ എത്രയോ വലിയ തറവാടിത്തമുള്ള വിദ്യാസമ്പന്നരും നിമിഷക്കവികളും അക്ഷരജ്ഞാനമുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ നെറ്റിത്തടങ്ങൾ ഒന്നും വിയർത്തില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വഹീ കൊണ്ട് നെറ്റിത്തടം വിയർത്തത് അഷ്റഫുൽ ഖുറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ ഇറങ്ങിക്കിട്ടിയ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ഖുർആൻ ഒറ്റ വാക്കിൽ അടിവരയിട്ട് പറഞ്ഞു, വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ വലാലിൻ മുബീൻ. അവര് അങ്ങേയറ്റം വലാലിൻ മുബീൻ, വ്യക്തമായ വഴികളിൽ കഴിഞ്ഞിരുന്ന സമൂഹമാണ്. ഇന്ന് ആധുനിക ലോകം 3 W കഴിയുന്നത്. എത്ര? 3 W. എന്താ 3 W? വാർ, വൈഫ്, വുമൺ. ഇന്ന് ആധുനിക ലോകം 3 W ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആധുനിക കാലഘട്ടത്തിലൊക്കെ ഖുർആൻ ഫിറ്റ് ആകുമോ? അതൊക്കെ ഒട്ടകത്തിന്റെ സഞ്ചാരപഥം നോക്കി മരുഭൂമിയിൽ ടെന്റ് കെട്ടി അങ്ങനെ ആടും ഒട്ടകത്തിനും ഒക്കെ ചുട്ടും മദ്യപിച്ച് പാട്ടും കൂത്തുമായി കടന്ന നാടോടികളായ ഒരു ഇരുണ്ട സമൂഹത്തിന് ഇറങ്ങിയ ഖുർആൻ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണോ? ഈ ഗമനിയുള്ള കാലഘട്ടത്തിൽ, AI ഉള്ള കാലഘട്ടത്തിൽ, ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ ഇത്ര സോഷ്യൽ മീഡിയ വളർന്ന കാലഘട്ടത്തിൽ ഈ ഖുർആൻ ആ കാലഘട്ടത്തിലെ സമൂഹത്തിനെ നന്നാക്കാൻ പറ്റുമോ? സംശയിക്കേണ്ട. ഇന്ന് ആധുനിക സമൂഹം എത്തി നിൽക്കുന്ന ഏറ്റവും വൈകൃതം നിറഞ്ഞ ഏറ്റവും വഷളായ കാലഘട്ടത്തിനേക്കാൾ അപ്പുറമായിരുന്നു ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്ന് പറയുന്ന ജാഹലിയ്യം. അന്ന് 3 W ഉണ്ട്. വാർ, യുദ്ധം, മദ്യലഹരികൾ, വുമൺ, പെണ്ണ്. ഇതന്നല്ലേ അന്നുണ്ടായിരുന്നത്. മദ്യം വാറ്റിയെടുത്ത് വ്യത്യസ്ത പേരുകൾ നൽകി കുടിച്ചു മതോന്മത്തരായി അവസാനം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം ഈ മുന്തിരിവള്ളിയുടെ താഴത്ത് കുഴിച്ചിടണം, അതിന്റെ വേരുകളിലൂടെ ലഭിച്ചു പോകുന്ന എന്റെ അസ്ഥികൾക്ക് ആ ലഹരി ആസ്വദിക്കാമല്ലോ, അങ്ങനെ കുടിച്ച് പാടി മരിച്ചവരാണവർ. അങ്ങനത്തെ ഒരു കുടിയനെന്നുണ്ടോ? ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ കഞ്ചാവ് ചെടിന്റെ ചോട്ടിൽ കുഴിച്ചിടണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കുടിയനെ നമ്മൾ കണ്ടുകളാം, വലിയനെ കണ്ടുകളാമില്ല. അപ്പൊ വിലക്കാലം വെച്ച അന്നത്തെ ടോപ്പ് ടീമാവ്. വ്യഭിചാരം എന്ന് പറഞ്ഞാലോ, ഞങ്ങളെ വീട്ടിൽ ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളക്കൊടി നാട്ടും. ആ കൊടി കണ്ടിട്ട് ആളുകൾ അവിടെ വരും. അങ്ങനെ ആ പെണ്ണ് അപ്രതീക്ഷിതമായി ഗർഭിണിയായാൽ നാട്ടുകൂട്ടം വരും. നാട്ടുകൂട്ടം വിളിച്ചു ചേർത്തിട്ട് ഈ കുട്ടിയുടെ കാലിന്റെ മടമ്പും ആ പെരിയിൽ ഈ പെണ്ണിന്റെ ശരീരത്തിലേക്ക് വന്ന മുഴുവൻ ആണുങ്ങളോടും വരാൻ പറയും. കാൽമടമ്പ് നോക്കിയിട്ട് ഹസ്തരേഖാശാസ്ത്രം പോലെ അവർ തീരുമാനിക്കും ഇന്ന ആളെ കുട്ടിയാണിത്, എന്നിട്ട് വിവാഹം വെച്ചു. അങ്ങനത്തെ വിവാഹം ഉണ്ടോ? ചതിയിലിങ്ങനെ അവിടെ ഇവിടെ പോയി ട്രാപ്പിൽ കുടുങ്ങിയാൽ നാട്ടുകാരെ പിടിച്ച് കെട്ടിക്കുന്നല്ലാതെ ഇതൊരു അഭിമാനം അന്തസ്സുമായിട്ട് കണ്ട സമൂഹം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ആ കാലഘട്ടം ഈ കാലഘട്ടത്തിനേക്കാൾ മെച്ചാണോ? അല്ല. പോലെ നന്നാക്കിയ ഖുർആൻ നമ്മളെ അതിനേക്കാൾ എളുപ്പത്തിൽ നന്നാക്കാൻ പറ്റും. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒട്ടകം അപ്പുറത്ത് അയൽവാസിയുടെ ഈന്തപ്പനയുടെ കുലയിൽ നിന്നൊരു കടി കടിച്ചതിന്റെ പേരിൽ 40 കൊല്ലം പോരടിച്ചവർ. അലക്കിയിട്ട ഒരു വസ്ത്രം അപ്പുറത്തുനിന്ന് ഒരു ആട് കടിച്ച് കീറിയതിന്റെ പേരിൽ 70 കൊല്ലം യുദ്ധം ചെയ്ത അറബ് ഗോത്രം. ഇന്ന് അങ്ങനത്തെ ഗോത്രം ഉണ്ടോ? ഇന്ന് അമേരിക്ക, ഇറാനും അങ്ങാടി തമിഴന്മാർ തല്ലുമുടി ഉണ്ടാക്കുന്ന മാതിരി നമ്മൾ എപ്പോഴാ തല്ലേന്ന് നോക്കും. അങ്ങനെ ഡയലോഗ് അടിച്ച് മൂക്കൊക്കെ എത്തും, ശരിയെടുക്കൂല. ആ കോലത്തിലല്ലേ അറബികൾ? അങ്ങനല്ല. വീട്ടിലേക്ക് വരുന്ന കുട്ടിയോട് ഉമ്മ ചോദിക്കും, മോനെ തല്ലുമുടി ഉണ്ടാക്കി വന്നു. ഇല്ലമ്മ, ഇത് എന്ത് കുട്ടിയാ? തൊട്ടിലിൽ കുട്ടികളെ ആട്ടുന്ന നമ്മുടെ ഉമ്മമാര് അന്ന് പറയുന്നത് എന്താണ്? മോനെ നീ വളരണം, വലുതാകണം, ഉമ്മാനും ബാപ്പാനും നല്ലോണം നോക്കണം ഒക്കെയാണ് നമ്മളെ പാട്ട്. മക്കത്തെ ജാഹിലികൾ തൊട്ടിലിൽ കുട്ടികൾ ആട്ടുമ്പോ നീ വളർന്ന് വലുതാകണം, ആയോധകല നീ പഠിക്കണം, തൊട്ടപ്പുറത്തുള്ള മറ്റു ഗോത്രക്കാരനെ കൊല ചെയ്യണം. ഇത് പഠിപ്പിച്ചു കൊടുക്കുക. യുദ്ധം എന്ന് പറഞ്ഞാൽ ഗാലറിയിൽ നിന്ന് ആസ്വദിക്കുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ ടൂർണമെന്റ് കാണാൻ പോണ പോലെ യുദ്ധം എന്ന് കേട്ടാൽ ഒട്ടകത്തിന്റെ ഇറച്ചി ചുട്ടിട്ട് നമ്മൾ കടലയും ഐസ്ക്രീം ഒക്കെ കുത്തുന്നൂരെ ഗാലറിയിൽ നിന്നിട്ട്, അതുപോലെ തിന്നാസ്വദിച്ച് ആവേശം പകരുന്ന സമൂഹമായിരുന്നു. ആ ജാഹിലിയ കാലഘട്ടത്തിലേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വന്നത്. അൽഹംദുലില്ലാഹ്, അവരെ സംസ്കരിച്ചു. ആ വിഭാഗം ആരായി മാറി? റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു തൃപ്തിപ്പെട്ട വിഭാഗമായി മാറി. അതുകൊണ്ട് ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്.
നമ്മൾ ആ ഖുർആൻ സ്ഥാപിക്കണം. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് 25-ാമത്തെ ആയ സൂറത്തുൽ ഫുർഖാന്റെ 30-ാമത്തെ ആയത്താണ്. നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് അർശിന്റെ തണലിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ ഒഴിച്ച് മഹ്ശറിൽ നിൽക്കുന്ന കോടാനുകോടി മനുഷ്യവർഗത്തിന് നേരെ നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറയും, വഖാല റസൂൽ എന്ന് പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. സമുദായം, എന്റെ ഉമ്മത്തി ഖുർആനിനെ അകന്നെ കോറിൽ തള്ളിക്കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പരാതി പറഞ്ഞുകൊണ്ട് വിരൽ ചൂണ്ടുന്ന ആ ദിശയിലാണോ നമ്മൾ നിൽക്കേണ്ടത്? അല്ല. ആ പരാതിയിൽ രക്ഷപ്പെട്ട ഹാഫിദീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ, മുവഹ്ഹിദീങ്ങളുടെ നല്ല നല്ല മനുഷ്യന്മാരുടെ കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത്? തീരുമാനിച്ചോളൂ. ഒന്നാം ഖുതുബ അവസാനിപ്പിക്കുമ്പോൾ ഒരു കവിത ഞാൻ ചൊല്ലി അതിന്റെ അർത്ഥം കൂടെ പറയുകയാണ്. നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന നരകം നമുക്ക് വാസസ്ഥലമാക്കി തരുന്ന സകല രോഗങ്ങളെയും പൂർണ്ണമായി വിഭാവനം ചെയ്യാൻ പണ്ഡിതന്മാർ പറഞ്ഞു 5 മരുന്നുകൾ കൊണ്ടെടുത്താൽ മതി. ഹാർട്ട് അറ്റാക്കിനും പ്രഷറിനും കൊളസ്ട്രോളിനും സ്ട്രോക്കിനും ഒക്കെ ഗുളികയുണ്ട്. ഹൃദയത്തെ ബാധിക്കുന്ന, നഫ്സിനെ മുറിവേൽപ്പിക്കുന്ന ആ രോഗം, നരകത്തിലേക്ക് എത്തുന്ന രോഗം, ഖബറിൽ ശിക്ഷ കിട്ടുന്ന രോഗം, മഹ്ശറ ദുരന്തമാകുന്ന രോഗം, ദുനിയാവ് മുസീബത്ത് ഒരാൾ കൊണ്ട് നിറയുന്ന രോഗം, അത് മാറ്റാൻ ഹൃദയത്തെ കഴുകാൻ ഈ ഗുളികൾക്കൊന്നും കഴിയൂല. അതിനാണ് ഉലമാക്കൾ പറഞ്ഞത്, ദവാഉ ഖൽബിൽ ഖംസത്തിൻ ഫതിലാവത്തിൻ തദബ്ബുരി മഅനാ വലിൽ ബതനിൽ ഖലാ വഖിയാമു ലൈലുൽ വതദർറു ബിസ്സഹർ മുജാലസത്തിൽ സ്വാലിഹീനൽ ഫുളലാ. ഹൃദയത്തെ ബാധിക്കുന്ന സകല രോഗങ്ങൾക്കും 5 മരുന്ന് കൊണ്ടെടുക്കാം. ഒന്ന്, തദബ്ബുരിൽ മഅനാ, ഖുർആൻ നല്ല സ്ഫുടമായി നല്ല രീതിയിൽ ഓതുക, മാനയോടുകൂടി അർത്ഥമനുസരിച്ച് പഠിക്കുക. രണ്ടാമത്തത് വലിൽ ബത്തനിൽ ഖലാ, വയറുകാലിയാക്കുക. വയറുകാലിയാക്കാണ് സുന്നാമക്കി കുടിക്കുക അല്ല, നോമ്പ് കഴിഞ്ഞ സുന്നത്ത് നോമ്പുകൾ നോക്കി ഇടക്കിടക്ക് വയറുകാലിയാക്കുക. അതേപോലെ ഖിയാമുൽ ലൈലിന്റെ സമയത്ത് എഴുന്നേൽക്കുക. ആ സമയമാണ് നമ്മൾ പരിച്ച ചോറിന് എഴുന്നേൽക്കുന്നത്. റമദാൻ കഴിഞ്ഞ ആ ചോറിന് നീക്കുന്ന സമയം പോയി, പിന്നെ തറവാട്ടിക്ക് കയ്യും തിരികി ഓർക്കം വെച്ചോങ്ങാണ് എഴുന്നേൽക്കണം. ആ സമയത്തല്ല ആകാശത്തേക്ക്, 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അടിമകളുടെ പ്രാരാബ്ദം കേൾക്കാൻ, ഉത്തരം നൽകാൻ, ഖുർആൻ ഹാസിലാക്കാൻ അള്ള കൈ നീട്ടുമെന്ന് ഹദീസിൽ കാണാം. ആ സമയത്ത് എഴുന്നേൽക്കുക, ധാരാളം നിസ്കരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. 4-ആയി. 5 മുജാലസത്തുൽ സ്വാലിഹീനൽ ഫുളലാ, നല്ലവരുമായി മാത്രം സഹകരിക്കുക, ബന്ധം പുലർത്തുക. റമദാനിൽ പള്ളിയും ക്ലാസും നല്ലവരായിട്ട് മാത്രമാണ്. റമദാൻ കഴിഞ്ഞാൽ അതൊക്കെ ഓപ്പോസിറ്റ് ആവും, പാടില്ല. റസൂൽ പറഞ്ഞ നല്ലവരുമായുള്ള ബന്ധം അത്ര വിൽപ്പനക്കാരന്റെ കൂടെ ഇരിക്കുന്നവരെ പോലെയാണ്. മോശപ്പെട്ടവരുമായുള്ള ബന്ധം പെരുങ്കൊല്ലന്റെ ആലയിൽ പോയിരിക്കുന്നവരെ പോലെയാണ്. വസ്ത്രവട്ടം പുകയൻ കരിയാണ്, ദുർഗന്ധാണ്. നമ്മൾ തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സംസ്കരിച്ച സമൂഹത്തിന്റെ പാത പിൻപറ്റിക്കൊണ്ട് അവരുടെ 7 അയലത്തെത്താൻ പറ്റൂലെങ്കിലും ഒരൽപ്പം ഈമാനം കൊണ്ടെങ്കിലും ജീവിച്ച കുടുംബസമേത സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ച് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിനെ ഖുർആൻ കൊണ്ട് സംസ്കരിച്ചെടുത്തപ്പോൾ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ അവരുടെ ഹൃദയങ്ങളിൽ മാറ്റലുണ്ടാക്കി. നമുക്കറിയാം, വാളൂരി പിടിച്ചുകൊണ്ട് മുഹമ്മദിനെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഖുറൈശികളിലെ പ്രമാണിയാണ്. ഖുറൈശികളിൽ ആരും ഭയപ്പെടുന്ന ആരോഗ്യവും അതുപോലെ ആഠ്യത്വവും ഒക്കെയുള്ള വ്യക്തിയായിരുന്നു. ഇസ്ലാമിലെ 4-ാം ഖലീഫമാരിൽ 2-ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വാളൂരിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയെടുക്കാൻ വേണ്ടിയാണ്. അർഖം റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട അദ്ദേഹം കേൾക്കുന്നത് പെങ്ങളുടെ ഖുർആൻ ഓത്താണ്.
അടിയന്റെ ഖുർആൻ എന്ന് പറയുന്ന 4 ആയത്തുകൾ കേട്ട് കരിങ്കൽ പാറ പോലെ ആ അഹംഭാവത്തിന്റെ മൂർത്തിഭാവമായി വാളൂരിപ്പോയ ഉമർ മഞ്ഞുപോലെ മനസ്സങ്ങൂരുക്കി ആ ഏട് വാങ്ങി അടുത്തേക്ക് പിടിച്ച് ചേർത്ത് വായിച്ച് ഇത് മുഹമ്മദിന്റെ വാചകങ്ങളല്ല, അതുകൊണ്ട് എനിക്ക് മുഹമ്മദിനെ കാണണമെന്ന് പറഞ്ഞ് അർക്കം റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെന്ന വാതിൽ മുട്ടി. വന്നത് ഉമറാണ്, കയ്യിൽ വാളുണ്ടെന്ന് കേട്ടു. എല്ലാ സഹാബികളും ആകെ കുറച്ച് ആൾക്കാരുള്ളൂ. ഇസ്ലാം ദഅവത്ത് ഇങ്ങനെ നടത്തി ആൾക്കാർ ഇങ്ങനെ കൂടുന്നേ ഉള്ളൂ. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഹസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹം, വാതിലണ്ട തുറന്ന് തന്റെ കയ്യിലുള്ള ചുരിക അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കാനാണെങ്കിൽ മര്യാദ കയറാം, ഇല്ലെങ്കിൽ ഹംസന്റെ വാളിൽ ഈ തലപ്പത്തായിട്ട് കണ്ടുപോകുന്നതാണ്. ഉമറുന്ന പോക്കിരി വിനയത്തോട് പറഞ്ഞു, മുഹമ്മദിനെ കാണാനാണ്. വന്നിരുന്നു, കൈ കൊടുത്തു, ബൈഅത്ത് ചൊല്ലി, സലാം ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദ് റസൂലുള്ളാഹ്. ഹൃദയം അലിച്ച ഖുർആൻ മാസ്മരികമാണ്. എത്ര കാലമായി ആയത്ത് നാം ഓതുന്നു, നമ്മുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടായോ? വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. മറ്റൊരായത്താണ്, സൂറത്ത് ഫുസ്സിലത്തിലാണെന്നാണ് ഓർമ്മ. നിരപരാധിയായ, ജീവനോടുകൂടി കുഴിച്ചു മൂടിയ നിരപരാധിയായ പെൺകുട്ടിയെ മഹ്ശറിൽ കൊണ്ടുവരും. ആ പെൺകുട്ടിയോട് ചോദിക്കും, ആ കുട്ടിയുടെ വാപ്പാനെ നിർത്തിയിട്ട്, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു കുറ്റത്തിലാണ് പെൺകുമോളെ നിന്റെ വാപ്പ ജീവനോടെ കുഴികുത്തു മൂടിയത്? അറബി സമൂഹത്തിൽ പെൺകുട്ടി ജനിച്ചാൽ ആ കുട്ടി അപമാനമാണെന്ന് മനസ്സിലാക്കി അതിയെ കുഴികുത്തി മൂടുന്നൊരു സമൂഹം ഉണ്ടായിരുന്നു. ഈ ആയത്ത് പള്ളിയിൽ വെച്ച് കേട്ട് ആ സ്വഹാബി പിന്നെ വീട്ടിക്ക് പോണില്ല, ഒരു സംഗതിക്ക് പോണില്ല. ഇരുന്ന് കരഞ്ഞുകൊണ്ട് ആ സ്വഹാബി കരഞ്ഞ റസൂലുള്ളാഹി അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് സഹോദര കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, നബിയേ, ഞാൻ ജാഹിലിയ്യത്തിൽ ഇതാ എനിക്കൊരു പെൺകുട്ടി ജനിച്ചുപോയി. ആ കുട്ടിയെ ഞാൻ വളർത്തിക്കൊണ്ടുപോകാൻ അപമാനമാണ് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ കുട്ടിയെ കൊണ്ടുപോയി കുഴിച്ചു മൂടാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ പൊന്നുമോളെ താങ്ങി പിടിച്ചു കൊണ്ടുപോകുമ്പോ എന്റെ കവിൾത്തളത്തിൽ ഉമ്മ വെച്ചു. എനിക്ക് അലിവ് തോന്നിയില്ല നബിയെ. അവസാനം ഞാൻ ദൂരെ കൊണ്ടുപോയി ഒരു കുഴി കുത്തി അതിലേക്ക് ഞാൻ ഇങ്ങനെ മണ്ണ് വാരിയെടുക്കുമ്പോ ആ മണ്ണുകളിലെ താടിയോ മകൾ തെറിച്ചപ്പോ എന്റെ പൊന്നുമോളുടെ കുഞ്ഞിളം കൈകൊണ്ട് മണ്ണ് തട്ടി തന്നപ്പോഴും എന്റെ മനസ്സലിഞ്ഞില്ല റസൂലേ, എന്റെ മനസ്സലിഞ്ഞില്ല. ഞാൻ ആ കുട്ടിയെ തലകീഴാക്കിയിട്ട് ഞാൻ ജീവനോടെ കുടിച്ചു മൂടിയ ആളാണ്. റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട്, ജാഹിലിയ്യത്തിൽ ചെയ്ത പാപം അല്ലാഹു നിനക്ക് പുറത്തുവരും, നീ വിഷമിക്കണ്ട. ഖുർആൻ ഉണ്ടാക്കിയ മാറ്റമാണ്. മറ്റൊരായത്താണ്, അള്ളാഹുവിന്റെ പുണ്യം നിങ്ങൾക്ക് നേടാൻ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ സ്വർഗം വേണോ? നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഏറ്റവും ഘനമേറിയത് മൂല്യമുള്ളത് നിങ്ങൾക്ക് കൊടുക്കുക. ഈ ആയത്തിറങ്ങിയത് കേട്ട് അബ്ദുറഹ്മാൻ മക്തൂം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു, മദീനയിലെ പണക്കാരൻ, മദീന പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വിലമതിക്കാനാകാത്ത ലക്ഷക്കണക്കിന് ദിർഹം വിലമതിക്കുന്ന തോട്ടം അബൂദൽ അൻസാരിയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ കണ്ടു കൊടുത്തു. എന്നാലേ ചോദ്യങ്ങൾ, ഈ ആയത്താണ് സ്വാധീനം ഉണ്ടാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയോ? ഉണ്ടോ? പറിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാൻ എന്ന് പറഞ്ഞാൽ 70 മുതൽ 700 വരെയുള്ള ദറജയുള്ള അമലുകളാണ്. ഒരു സ്വതക്ക ചെയ്താൽ അതാണ്. സഹോദരിമാരും സഹോദരങ്ങളും ചിന്തിക്കുക. അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്യാൻ പൈസ കൊണ്ടുള്ള ഇടപാടാണെങ്കിൽ പല ആൾക്കാർക്കും പ്രയാസമാണ്. ഇവിടെ ഉള്ളവരെ പറ്റിയല്ല. ജുമാ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഒരു കലക്ഷൻ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ എന്ത് ചെയ്യും? അപ്പൊ തന്നെ മൂത്രമൊഴിക്കാൻ പോകും. ഇവിടെ ഉള്ളവരല്ല കേട്ടോ. ചില പള്ളിയിൽ നമ്മൾ കേൾക്കുമ്പോൾ മൂത്രമൊഴിച്ചാൽ ഒന്നിടത്ത് ബേളി വരും. ഇല്ല, മുങ്ങാണ്. വേറുള്ളവർക്ക് അപ്പൊ കഫക്കെട്ട് എന്നറിയും. നമ്മളൊക്കെ സാധു തുപ്പിയിട്ട് ഇപ്പൊ വരും. അവൻ തുപ്പാൻ പോയതല്ല, അവൻ ചെരുപ്പിട്ട് മുങ്ങാൻ പോയതാണ്. ഇങ്ങനെ നമ്മൾ റസീറ്റിന്റെ മുന്നിൽ പിരിവിന്റെ മുന്നിൽ മുങ്ങിയാൽ റമദാൻ കഴിഞ്ഞ് ഹിസാബ് ഉണ്ടാക്കുമ്പോ ചരണ്ടിട്ട ബത്തക്കന്റെ തൊണ്ടുണ്ടാവും, ഈമ്പിട്ട ഈത്തപ്പഴത്തിന്റെ കുരു ഉണ്ടാവും, വേറൊത്തും ബാക്കി ഉണ്ടാവില്ല. ഇന്നിവിടെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഓഫർ. നമ്മുടെ ഒരു സഹോദരൻ, അന്ധനായ ഒരു സഹോദരൻ, ആ സഹോദരന് വേണ്ടി ചെറിയ കളക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്.
മുഅ്മിനീങ്ങളെ അകമൊഴിഞ്ഞ് നിങ്ങൾ സഹായിക്കണം, സഹോദരിമാരെ സഹായിക്കണം. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന മസ്ജിദുൽ ഹഖ് കൂടിയാണ് എന്നൊരു പള്ളിയുണ്ട്. വേറെ ആരും നോക്കാതെ നമ്മളിങ്ങനെ കൊണ്ടെടുക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഈ സംവിധാനങ്ങൾക്ക് വേറെ ഒന്നും തരാൻ പറ്റിയ ആൾക്കാരല്ല. മുത്തന്നൂർ പള്ളി കേസ് എന്ന വലിയൊരു സമാനമായ കേസിന് സമാനമായ വിവാദമുണ്ടായ ഒരു പള്ളി കൂടിയാണ്. അതുകൊണ്ട് ആ പള്ളിയെ അകമൊഴിഞ്ഞ് സഹായിക്കാൻ അടുത്ത ആഴ്ച സഹോദരൻ തയ്യാറാക്കണം. ഇന്ന് ഇതാണ് പിരിവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കണ്ട, നമുക്ക് വേണ്ടിയാണ്. ഈത്തപ്പഴത്തിന്റെ ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നരകത്ത് നിങ്ങൾ തിടുക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ അന്ധനായ സഹോദരന് വേണ്ടിയുള്ള ഒരു ചെറിയ കളക്ഷൻ നമ്മൾ നടത്തിയിട്ട് കരൾ കുറിച്ചു കൊടുക്കുക. ഖുർആൻ കൊണ്ട് സ്വഹാബത്തിനെ മാറ്റിയെടുത്ത ഈ ചരിത്രം ഇൻഷാ അല്ലാഹ് മൂന്നാം ഭാഗമായി ഇതിന്റെ പാർട്ട് 3 ആയി ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ പറയും. സഹോദരിമാര്, കുട്ടികള്, ഉമ്മമാരൊക്കെ കൊണ്ടുവരാം, ഓരോരുത്തരും കൊണ്ടുവരാം, സുഹൃത്തുക്കളും കൊണ്ടുവരാം. ഖുത്ബകൾ കേൾക്കട്ടെ, സംസ്കരിക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിലെ എല്ലാ ജീർണതകളും തുടച്ചു നീക്കപ്പെടട്ടെ. നമുക്ക് സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ അല്ലാഹു മനസ്സ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا وصدقاتنا يا أرحم الراحمين. اللهم